വിഷയം സൗണ്ട് പറഞ്ഞാ മാറ്റാൻ. സോറി. ഇത് ഭയങ്കര അക്യുറേറ്റ് ആയിട്ടുള്ള സൗണ്ട് ആയിരുന്നു കേട്ടോ. അത് നോക്കട്ടോ, അത് കേൾക്കാത്തോണ്ടാ. ഈ പാല് കൊടുത്തു കഴിഞ്ഞിട്ട് ഡയലോഗ് ആയിക്കോട്ടെ. അതിനകത്ത് വല്ല കാര്യം ചെയ്യണ പാല് കുടിച്ചണം. ഞാൻ സെക്സി ആയിട്ടുള്ളത് എനിക്കറിയാം. ഞാൻ വെറുതെ കാര്യം മെഡിക്കൽ എടുക്കാം, DNA എടുക്കാം, കണ്ടെടുക്കാം. അയ്യോ ഇത് കാര ചെയ്യണ കുറച്ചാറാ. അത് പ്രണവിന്റെ ഷോട്ട്. ജീജി ഷോട്ട് ഇടാ നോക്കട. പിസ്റ്റളോണ്ടാണ് പ്രണവ് അടിക്കുന്നത് നോക്ക്. കണ്ടോ നെക്സ്റ്റ് മൊമെന്റ് കണ്ടോ, കറക്റ്റ് ഒക്കെ ഹെഡാണ് ആ എയിം. കണ്ടോ ഹെഡ് എയിമാണത്. ഡബ്ല്യു പ്രണവ്. അത് നമ്മൾ ഇന്നലെ നോക്കിയ സാധനമാണ്. ഇത് ഞാൻ കണ്ടിനല്ലോ, ഇത് എവിടെയോന്ന്. ഈ പുണ്ടയാണ് ഇന്നലെ ഫുള്ള് ശിവു. പുതിയ മാപ്പ് എല്ലാവരും കൂട്ടിട്ട് പോയി. ഈ വാർ മാപ്പിലല്ലാന്ന് പോകുന്നത്. സുരാജ് മുത്ത അറിയണ മുത്ത. ഇതിന്റെ ഇത് ഡബ്ല്യു അഡിക്റ്റാണ്, പക്ഷെ ഇതൊന്നും കൂടിയും റെഡി ആക്കാണ്ടായിരുന്നു. എന്റെ ഡബ്ല്യു ആയിരുന്നു അവിടെ, പക്ഷെ കുറച്ച് ലാഗായി അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. നല്ല രസമായിരുന്നു കാണാൻ. സ്റ്റോറിയാണ് അവൻ അവിടെ എടുത്ത് കാണിച്ചിട്ട് സംസാരിച്ചത്. സ്റ്റോറിയാണ് അവൻ അവിടെ എടുത്ത് കാണിച്ചിട്ട് സംസാരിച്ചത്. ആവശ്യമില്ലായിരുന്നെന്ന് ഞാൻ ബിസിനസ് കിട്ടണവരെ ഒന്ന് വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ അവനെ അടിച്ചു കാണിച്ചില്ല. അടിക്കുന്നതല്ലല്ലോ ഇവിടുത്തെ സംസാര വിഷയം. അവനെ അടിക്കണ്ട ഇവിടെ, ഉറപ്പാണ്. ഞാൻ അവനെ അടിക്കും. അവന്റെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ കയ്യിൽ കിട്ടും. ഇവന് കുറച്ച് പാട്ടും പാടി. ആരെ പറ്റിയത് പറയുന്നത്? എന്താണ്? ബിലാലിനെ കുറച്ച് വ്യൂസും കിട്ടി. ഇവന്റെ മറ്റേ തൊപ്പിയിൽ അത് വെച്ചിട്ട് കുറച്ച് വ്യൂസും കിട്ടി. ഇവൻ ഗ്യാങ് ആയപ്പോ ഇവന്റെ ഗുണം മാറി. ഇവൻ കുറച്ച് പാട്ടും പാടി കുറച്ച് വ്യൂസും കിട്ടി. ഇവന്റെ മറ്റേ തൊപ്പിയിൽ അത് വെച്ചിട്ട് കുറച്ച് വ്യൂസും കിട്ടി. ഇവൻ ഗ്യാങ് ആയപ്പോ ഇവന്റെ ഗുണം മാറി. ഇവൻ ആദ്യം വന്നപ്പോ എടാ ഓന്റെ വേ ഓഫ് കൈൻഡ് ഓഫ് RP അത് നിങ്ങളൊക്കെ ബോധേഡ് ചെയ്യേണ്ട ആവശ്യം എന്തിനാ? അല്ല ഈ ഉണ്ണത് പറയുന്നതിന് ഞാനും ഇത് റിയാക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല സത്യം പറഞ്ഞ. സോറി, ആ കുണ്ണാന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു രീതി പറഞ്ഞല്ല. എന്നാലും ഇവരൊക്കെ ഫെയിം ഫാമിങ്ങോ എന്ത് എനിക്കറിയില്ല. അല്ലാതെ ഇതൊക്കെ ആരാത് പോലും എനിക്കറിയില്ല. ഇത് ആരാണ്? ഇതൊക്കെ എന്താണ്? സിറ്റിസൺ ആണോ അത്? അതോ ഗ്യാങ് ആണോ? ഇതാരാ? ജാക്സ്പാരോ? ഇതാ മറ്റേ ജാക്സ്പാരോ? ഒരു ദിവസം വണ്ടി കൊണ്ട് ഇവനെ തപ്പി ഇറങ്ങിയ ഒരു ജാക്സ്പാരോന്റെ പേരിലല്ലേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്? ക്ലബ്ബ് MLB ഓ മിഞ്ഞാന്ന് ഉസ്മാനും വരും കത്തിച്ച ബിലാൽ കത്തിച്ചൊക്കെ ആ ടീമാണത്? ആ ടീമാണോ ചാറ്റ്? യെസ് അത് ശരി. ഇവര് എന്താക്കുന്ന പറഞ്ഞ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവര് MLB നിന്നിട്ടാണോ അല്ലെങ്കിൽ ഇവര് ക്ലബിൽ നിന്നിട്ടാണോ ഇത്ര ഗ്യാങ്? എന്തായാലും മോനെ, ലോയാലിറ്റി പോയിന്റ് കുറഞ്ഞാലും ഇനി ഗ്യാങ്ങിൻ്റെ എന്തെങ്കിലും ഒരു മോണിറ്ററിങ് പീരീഡ് കൊണ്ട് എന്തെങ്കിലും ഒരു FRP സെക്ഷൻ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് നമ്മൾ എക്സ്റ്റെൻഡ് ആയി പോയാലും ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ സിറ്റി വരും. അപ്പം നമ്മളിത് വരുന്ന അറിഞ്ഞുകൊണ്ട്
നമ്മൾ ഗ്യാങ് ആവാൻ പോവാണെന്ന് അറിഞ്ഞുകൊണ്ട് എന്ത് മൂട്ടക്കടിയാണ് ഉള്ളതെന്ന് എനിക്ക് അറിയണില്ല. എന്താണ് ഇവനൊക്കെ പണ്ണടാ ശരിക്കും സത്യം പറഞ്ഞത്. ഇവൻ കുറച്ച് പാട്ടും പാടി കുറച്ച് വ്യൂസും കിട്ടി, ഇവന്റെ മറ്റേ തൊപ്പിയിൽ അത് വെച്ചിട്ട് കുറച്ച് വ്യൂസും കിട്ടി, ഇവൻ ഗ്യാങ്ങും ആയപ്പോ ഓക്കെ ഓൻ അതേലും ഉണ്ട്. ആക്കെ എന്താ ഉള്ളത്? ഇവൻ ഏതാ എനിക്ക് മനസ്സിലാവുന്നില്ല. ഡൂഡ് സാറാണത്? ഇതാണ് ഡൂഡ് സാറ്? പോടാ, ഇത് ഡൂഡ് സാറാവില്ല, ഇത് ജാക്ക് സ്പാരോ ആണത്. ഇത് ജാക്ക് സ്പാരോ ആണ് തോന്നുന്നുണ്ട്. ഓന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി എല്ലാം ഇവൻ ആദ്യം വന്നപ്പോ ഇവിടെ എങ്ങനെയായിരുന്നു? ജസ്റ്റ് പാട്ട് പാടി എല്ലാരെയും മാറ്റി. അതിനപ്പുറം ഇവ ഒരു മൈരുമല്ല. ഇപ്പോഴാണ് അവൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. ഈ MRC എന്നുള്ള ടാഗ് മുന്നേ കിട്ടിയതിന്റെ കുറെ കഴപ്പ് കുറെ എണ്ണത്തിനുണ്ട്. അതുണ്ട്, അത് നല്ല മനസ്സിലാകുന്നുണ്ട്. ഇവന്മാർക്ക് ഇത് ഇങ്ങനത്തെ കൊറേ കയപ്പുണ്ട്, മനസ്സിലായോ? ഇവനെ പോലെ കൊറേ ആൾക്കാർക്ക് MRC എന്നുള്ളതിനെ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് തോണ്ടി ചൊറിഞ്ഞ് എന്തെങ്കിലും കാട്ടിയിട്ട് ഇതേമാതിരി കുറച്ച് റിയാക്ഷൻ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണോ എന്താന്ന് എനിക്ക് അറിയുന്നില്ല. ഞാനത് പറഞ്ഞ മാക്ക് പണ്ട് ഈ കൂടെ MRC-യിലുള്ളതായിരുന്നില്ലേ? നമ്മളെ ചെറിയ ആൾക്കാരൊക്കെ അടിച്ചിട്ടാണ് അവന്മാർ ഉണ്ടാക്കുന്നത്. ഇവൻ കുറച്ച് പാട്ടും പാടി കുറച്ച് വ്യൂസും കിട്ടി, ഇവന്റെ മറ്റേ ഞാൻ നിസ്സാരം ഒരു കാര്യം പറയാം. MLB ഇതിന്റെ അകത്ത് കേറിയിട്ട് ഇതിന്റെ അകത്ത് ക്ലബ്ബ് രജിസ്റ്റർ ചെയ്ത് നിങ്ങളെല്ലാരും വന്നിട്ട് നമ്മൾ എത്ര അടി കൊണ്ടുവന്നു? ഒരടി നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ വന്നതിന് ശേഷമാണ് MRS ഇട്ട് കാര്യം. കുറെ മാസം കഴിഞ്ഞു. ഈ ഇടയ്ക്ക് ഒരു മാസം ആവുമോ MRS ഇട്ട്? ഒരു മാസം ആയില്ലടാ. അവൻ എത്ര അടി കൊണ്ട്? എടാ മോനെ, നമ്മൾ അടി കൊള്ളും ചെയ്യും, അടി കൊടുക്കുകയും ചെയ്യും. ഞങ്ങൾ ഗ്യാങ് അല്ല, ഞങ്ങൾ മോണിറ്ററിങ്ങിൽ നിൽക്കുന്നതുകൊണ്ട് ആരടിച്ചിട്ട് പോയാലും FRP കിട്ടാതെ മാക്സിമം ഒഴിവാക്കി പോകാൻ വേണ്ടിയാണ്ട് നമ്മളെ പിള്ളേരോട് ഫൈറ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തിയതാ. അല്ലാതെ നമ്മളെ പിള്ളേർക്ക് ഈ സാധനം അവൻ്റെ കയ്യിലുള്ളതും കണ്ണാന്ന്, നമ്മളെ കയ്യിലുള്ളതും കണ്ണാന്ന്. ഇതിന്ന് പോണതും ഫയറാണ്, ഓൻ്റെ നിന്ന് വരുന്നതും ഫയറാണ്. ആരടിച്ചാലും ബുക്കും, മനസ്സിലായോ? നമ്മൾ ഗ്യാങ്ങാണ്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് അങ്ങോട്ടും അടി പൊട്ടും, അവിടുന്ന് ഇങ്ങോട്ടും ഒക്കെ അടി പൊട്ടും. ഒരു ക്ലബ്ബ് സിറ്റിയിൽ വന്നുകൊണ്ട് നീ വലിയ പ്രൗഡായിട്ട് പറയുന്നതാണ്. ഇതിപ്പോ പ്രൗഡായിട്ട് പറയുന്നതാണ് കേട്ടോ. ഞാൻ നിസ്സാരം ഒരു കാര്യം, MLB ഇതിന്റെ അകത്ത് കേറിയിട്ട് ഇതിന്റെ അകത്ത് ക്ലബ്ബ് രജിസ്റ്റർ ചെയ്ത് നിങ്ങളെല്ലാരും വന്നിട്ട് നമ്മൾ എത്ര അടി കൊണ്ടുവന്നു? ഒരു ക്ലബ്ബ് രജിസ്റ്റർ ചെയ്തിട്ട് എത്ര അടി കൊണ്ട്? ഒരു ക്ലബ്ബ് അടി കൊള്ളലുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ എനിക്കറിയില്ല ക്ലബ്ബ് ഇതിനു മുമ്പ് അടി കൊണ്ടുക്കണമെന്നുള്ളത്. ആദ്യമായിട്ട് ഒരു ക്ലബ്ബ് അടി കൊണ്ടുക്കണെന്ന് ഓൻ പ്രൗഡായിട്ടാണ് പറയുന്നത്, മനസ്സിലായോ? ഓൻ ഗ്യാങ്ങിൽ നിന്നിട്ട് പറയുന്ന പോലെയാണ്, ഓൻ്റെ പ്രൗഡ് മൊമെൻ്റാണത്. വേസ്റ്റ്, മനസ്സിലായോ? ഒരു ഗ്യാങ് തമ്മിൽ ഫൈറ്റ് എടുത്തുകൊണ്ട് അടി കിട്ടുക അല്ലെങ്കിൽ അടി പൊട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ. ഇതെന്ത് ലോജിക്കാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരൊക്കെ ഞാൻ പറഞ്ഞില്ല, ഇവരൊന്ന് ഇതിൽ വെറുതെ വർത്താനം പറഞ്ഞുകൊണ്ട് ഇത് പുറത്തേക്ക് ഡ്രാഗ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഇവരൊക്കെ സിറ്റിക്കകത്ത് കൊടുക്കേണ്ടതാണ്. ഇതൊക്കെ പറ്റുവാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് അറിയോ? ഡെയിലി പോയാണ്ട് ഇങ്ങനെ വള്ളി പിടിക്കുക. ഇവനൊക്കെ ചടക്കണം. ഞാൻ പറയല്ലേ, മുമ്പ് ഏതോ ഒരു ഇതില്ല ലൈവിൽ ഞാൻ പറഞ്ഞതേ മാതിരി ഇവനൊക്കെ വെറുത്തിട്ട് ഇറങ്ങി പോണതിന്ന് ഗെയിമിൽ നിന്ന്. ഡെയിലി തല്ലുകൊള്ളി ആവണം. ഇവനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ടടാ, ക്ലബിന് ലിമിറ്റേഷൻസ് ഉണ്ട് സിറ്റീസണായി നിൽക്കുന്നതിൽ. RP കയറാ അള്ളാണ്. ഇത് എന്തത്ര സ്പാമിങ്! ഇത് ചീബു അല്ലേ? ഇന്നോ തിങ്കളാഴ്ച ആ സെലികുമാറിന്റെ കൺസെപ്റ്റേക്കാരല്ലേ? ഞാൻ പറയുന്നില്ല മക്കളെ, ഒന്നും പറയാല്ല. ഏതായാലും